ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് രാജ്യത്ത് നടക്കുന്ന ഇത്തരം എല്ലാ വിഷയങ്ങളിലും കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച പത്രസമ്മേളനത്തിൽ നമുക്കറിയാം കൃത്യമായിട്ട് പല കാര്യങ്ങളും പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഇതിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഖണ്ഡിക്കാനുള്ള ശ്രമമൊന്നും ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 80,000-ഓളം ആളുകൾ പട്ടികയിൽ കള്ളവോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ട്. ഇതും യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധി മഹാദേവപുരമായിട്ട് ചൂണ്ടിക്കാണിച്ച് 80 ഒരു അഡ്രസ്സിൽ 80 വോട്ടുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അപ്പം ഇത്തരം സാങ്കേതികതയുടെ മുകളിൽ നിൽക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ വർത്തമാനകാലം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെ ഇത്തരം സാങ്കേതികതയുടെ മൂടുപടമിട്ട് ഭരണഘടനയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ രാജ്യസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷന് മൂടി വയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. ഈ സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു വെച്ചാൽ രാജ്യം ഇത്ര സാങ്കേതികമായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. 2019 സുപ്രീം കോടതി ഈ വിധി പ്രഖ്യാപിക്കുമ്പോൾ ഉള്ള രീതിയിലല്ല ഇന്നത്തെ നമ്മുടെ ടെക്നിക്കൽ സ്വഭാവത്തിൽ ഇത്തരം കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു ഇത് പരസ്യമാക്കിയില്ലെങ്കിൽ വോട്ടർ പട്ടിക പരസ്യമാക്കിയില്ലെങ്കിലും ഒരു ഫോട്ടോ ഒന്നിലേറെ മണ്ഡലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഇലക്ഷൻ കമ്മീഷനെങ്കിലും സാങ്കേതികമായിട്ട് പരിശോധിക്കാൻ പറ്റുന്നൊരു സംവിധാനം ടെക്നിക്കലി വേണമെങ്കിൽ നടക്കാവുന്നതേ ഉള്ളൂ. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞതോടുകൂടി രാജ്യം മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വിഷയങ്ങളിൽ വളരെ കൃത്യമായി രാഹുൽ ഗാന്ധിയല്ല രാജ്യത്തെ ബോധിപ്പിക്കുന്ന രീതിയിലുള്ളൊരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തലിട്ടാണ് നമ്മൾ ഈ നിമിഷത്തിൽ പോകേണ്ടതെന്നാണ് തോന്നുന്നത്. കാരണം രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾ ഒരു വശം നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉയർത്തിയ കുറച്ച് വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കേണ്ട വേറൊരു പ്രത്യേകതയുണ്ട്. കാരണം ബീഹാർ ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പ് പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിയിട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി വോട്ടർ അധികാര യാത്ര സംഘടിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബീഹാറിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ പിപ്ര, ബാഗ, മോട്ടിഹാർ തുടങ്ങിയ 3 നിയമസഭാ മണ്ഡലങ്ങളിലായിട്ട് 80,000-ലേറെ കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നുള്ളൊരു പ്രധാനപ്പെട്ട ഓൺലൈൻ പോർട്ടലായിട്ടുള്ള റിപ്പോർട്ടർ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടലിൽ വാർത്ത വന്നിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളെല്ലാം നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ പത്രസമ്മേളനം. പക്ഷേ ഈ പത്രസമ്മേളനത്തിൽ അതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് വളരെ സാങ്കേതികമായിട്ട് ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം എങ്ങനെയാണ് നടക്കുന്നതെന്ന് അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റുന്നൊരു സാങ്കേതിക വിവരണം ആണ് കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ നൽകിയത്. അതിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത് ഒരു വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ കമ്മീഷൻ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരും അടക്കമുള്ളൊരു സംവിധാനം വളരെ സൂക്ഷ്മമായിട്ട് ഇത് തയ്യാറാക്കുന്നുവെന്നും ഈ തയ്യാറാക്കുന്ന ഘട്ടങ്ങളിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് പരിശോധിക്കാനും തിരുത്താനും അപ്പോൾ ക്ലിയർ ചെയ്തു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടെന്നും അവരുടെ കൂടി മേൽനോട്ടത്തിലാണ് ഇതെല്ലാം നടക്കുന്നതെന്നും അതിനാൽ തന്നെ ഇത്തരം ആക്ഷേപങ്ങൾക്ക് ഒരു പ്രസക്തി ഇല്ലാമെന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനത്തിലുടനീളം ഇലക്ഷൻ കമ്മീഷൻ അവരുടെ നിലപാട് വ്യക്തമാക്കാൻ ശ്രമിച്ചത്. ഒരു പടിയും കൂടെ കടന്നിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പോലും 45 ദിവസത്തിനകത്ത് ഇത്തരം പരാതികൾ റേസ് ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട് എന്നുകൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. കൂടാതെ ഈ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ നേരിട്ട് കോടതിയിലായിരുന്നു സമർപ്പിക്കേണ്ടിയിരുന്നത്. അല്ലാതെ ഉയർത്തുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും ഭരണഘടനയും എല്ലാം അധിക്ഷേപിക്കുന്നതാണ് തുടങ്ങിയിട്ടുള്ള മറുപടി. ഈ മറുപടിയിൽ രാഷ്ട്രീയം കൂടെ കലർന്നിട്ടുണ്ടെന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ പോലും ഇത്തരമൊരു മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായും സാങ്കേതികതയിൽ ഊന്നിയ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഇനി രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളുടെ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് പോകാം. രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണം അദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്ത് കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു പർട്ടിക്കുലർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന വിഷയങ്ങൾ കൃത്യമായി പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ആരോപണം കൃത്യമായി പറഞ്ഞിരുന്നു. അതോടൊപ്പം അദ്ദേഹം ഒരാൾക്ക് തന്നെ ഒന്നിലേറെ ബൂത്തുകളിൽ വോട്ടുള്ള സാഹചര്യങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു. ഒരു വീട്ടഡ്രസ്സിൽ തന്നെ 80ഓളം വോട്ടുകൾ ചേർത്ത സാഹചര്യം പറഞ്ഞു. ഇത്തരത്തിൽ വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള പോയിന്റുകൾ റേസ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയ ആ ഒരു പത്രസമ്മേളനം.
അപ്പോൾ അതിനും ഇലക്ഷൻ കമ്മീഷൻ സാങ്കേതികമായി പറഞ്ഞു വയ്ക്കുന്നത് 45 ദിവസം കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ പ്രക്രിയ കഴിഞ്ഞിട്ട് 45 ദിവസം കഴിഞ്ഞു, ഇനി ആ ക്ലെയിമിന് നിലനിൽപ്പില്ല, അല്ലെ ഇല്ല, അത് ആ സമയത്ത് ചൂണ്ടിക്കാണിക്കേണ്ടതായിരുന്നു എന്നൊരു കാര്യമാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഈ 10.5 ലക്ഷത്തോളം ഉദ്യോഗസ്ഥർ അടക്കം നടക്കുന്ന ഒരു പ്രക്രിയയാണ്, ഇതിനകത്ത് ചില ന്യൂനതകളും പോരായ്മകളൊക്കെ ഉണ്ടാവാം എന്നോടെ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പം രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഇത്തരം ആരോപണങ്ങളിൽ എവിടേക്കോ കഴമ്പുണ്ട്, പക്ഷേ നിങ്ങളത് അപ്പം ചൂണ്ടിക്കാണിക്കേണ്ടതായിരുന്നു, ഇനി ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതിലൊരു പ്രശ്നമുണ്ട്. കാരണം നമുക്കറിയാം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു മോട്ടോയാണ് നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അപ്പോൾ അത് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു സാധനം കൂടിയാണ്. നീതിയുക്തമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്ന് എവിടെയെങ്കിലും ഒരു ആരോപണം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇത്തരം സാങ്കേതിക വിഷയങ്ങൾ പറഞ്ഞിട്ട് അതിനെ മറികടന്ന് പോവുകയാണോ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയ്ക്ക് ഏറ്റവും അനുയോജ്യം, അതോ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളെ കൃത്യമായി ഖണ്ഡിച്ചു പോവുകയാണോ അതിനുള്ളൊരു ഇതെന്നുള്ളത് കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബീഹാറിൽ ലക്ഷക്കണക്കിന് ആളുകളെ മരിച്ചെന്ന പേരിൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് യോഗേന്ദ്ര യാദവ് മരിച്ച 2 ആളുകളെ കോടതിയിൽ ഹാജരാക്കി, ഈ നിൽക്കുന്ന ആളുകളാണ് മരിച്ച ആളുകളെന്ന് പറഞ്ഞ് ഹാജരാക്കി. അപ്പോൾ സുപ്രീം കോടതി ചോദിക്കുമ്പോൾ അപ്പോൾ ആ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടെ കൂടി സഹായത്തോടെയാണ് മരിച്ച ആളുകൾ ഒഴിവാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട്, മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അതിനകത്തൊരു ടേക്കില്ലേ എന്നൊക്കെ കോടതി ചോദിക്കുന്നുണ്ട്. അപ്പം ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ കൂടി എന്താ പറയുക, അവരെയും കൂടെ കൂടി കൺസൾട്ട് ചെയ്തിട്ട് അല്ല അവർ തന്നെ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഘട്ടത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ കാര്യത്തിലൊരു കാര്യമുണ്ട്, ഇത്തരത്തിലൊരു ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ അല്ലെങ്കിൽ ഭരിക്കുന്ന ഒരു സംവിധാനത്തിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടെന്നൊരു ഒരു സൂചനയും കൂടെ കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇതോടെ കൂടി രാഹുൽ ഗാന്ധിയുടെ ഉന്നയിച്ച വിഷയങ്ങളിലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം അപ്പോൾ പിന്നെ ലാസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞേക്കുന്നത് എന്താണ്, ഇനി ഇതിൻ്റെ മേലെ അന്വേഷണം ഇല്ലയെന്നാണ്. അതായത് രാഹുൽ ഗാന്ധി തെളിവായിട്ട് വന്നില്ലെങ്കിൽ, അതിൽ സത്യവാങ്മൂലം കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിനകത്തൊരു അന്വേഷണം ഇല്ലയെന്നാണ് പറയേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് രാജ്യത്ത് നടക്കുന്ന ഇത്തരം എല്ലാ വിഷയങ്ങളിലും കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച പത്രസമ്മേളനത്തിൽ നമുക്കറിയാം, കൃത്യമായിട്ട് പല കാര്യങ്ങളും പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഇതിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഖണ്ഡിക്കാനുള്ള ശ്രമമൊന്നും ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമില്ല. അപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഇന്ന് പത്രസമ്മേളനത്തിൽ തന്നെ ഉയർന്നു വന്നൊരു മാധ്യമ പ്രവർത്തകൻ ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ 40 ഈ മഴയുള്ള അല്ലെങ്കിൽ ഇത്തരം കാലാവസ്ഥ പ്രതികൂലമായൊരു സാഹചര്യത്തിലാണോ തിരക്കിയിട്ട് ബീഹാറിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തേണ്ടതെന്നൊരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ ഈ സുപ്രീം കോടതി നിങ്ങളോട് ഇത്ര ആളുകളുടെ പട്ടിക സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ട് എന്താണ് സമർപ്പിക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ പുതിയതായി വോട്ട് ചേർത്ത 40 ലക്ഷത്തോളം ആളുകളിൽ എന്തുകൊണ്ടാണ് 18 വയസ്സിൽ ഉള്ള ആളുകളെക്കാൾ കൂടുതൽ, അതായത് ആദ്യം വോട്ട് ചേർക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ 40 ലക്ഷം പേരിൽ 18 വയസ്സുള്ളവരെക്കാൾ അതിൽ കൂടുതൽ പ്രായമുള്ളവർ ഉൾപ്പെട്ട എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ആ രാഷ്ട്രീയ പാർട്ടി നേതാവും ഇപ്പം അവിടുത്തെ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് ആയിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ അതിനൊരു മറുപടി ഇല്ല എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചോദ്യം അഡ്രസ്സ് ചെയ്യാനോ അതിന് ഇന്നതാണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടൊരു കൃത്യമായിട്ട് പർട്ടിക്കുലർ പോയിൻ്റ് ഔട്ട് ചെയ്തൊരു മറുപടി പറയാനോ ഈ പത്രസമ്മേളനത്തിലൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പത്രസമ്മേളനത്തിലൂടെ എല്ലാവർക്കും അറിയുന്ന സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെ ഒന്നോടെ കൂടി ആവർത്തിച്ചുറപ്പിച്ച് പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ രാഹുൽ ഗാന്ധി ഈ വിഷയങ്ങളിൽ പോയിൻ്റ് ഔട്ട് ചെയ്തേക്കുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടിയില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വേറൊരു പോയിൻ്റ് ഉണ്ട്. അതായത് ഒരു വോട്ടർക്ക് ഒരു ബൂത്തിലെ വോട്ടുണ്ടാവുള്ളൂ, അയാൾക്ക് ഒരിടത്തെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇലക്ട്രൽ മെഷീനകത്ത് ഒരു വോട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയാണ് വോട്ട് ചോരി നടക്കണമെന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചൊരു ചോദ്യം. ഇന്നത്തെ കാര്യം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ അന്നത്തെ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചൊരു പോയിൻ്റ് ഉണ്ട്. ഓരോ വോട്ടറുടെ പേരിൽ 4ഓളം ബൂത്തുകളിലൊക്കെ വോട്ട് ചേർത്തിട്ടുണ്ട്. ചിലർക്ക് ചില സംസ്ഥാനങ്ങൾ മാറി അയാളുടെ പേരിൽ വോട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഒരു പർട്ടിക്കുലർ ബൂത്തിൽ ഒരാൾക്ക് ഒരു പ്രാവശ്യം വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അയാളുടെ പേര് 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് രണ്ടാമത് അവിടെ വോട്ട് ചെയ്യാൻ വരാൻ പറ്റില്ല. അത് സാങ്കേതികമായിട്ട് കറക്റ്റാണ്. കാരണം ഈ ബൂത്തിനകത്തിരിക്കുന്ന ഏജൻറ്റിനെ സംബന്ധിച്ച് ഒരാൾ ഒരു പ്രാവശ്യം വോട്ട് ചെയ്തിട്ട് പോകുമ്പോൾ അയാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് സ്പെസിഫൈഡ് ആണ്. ആ പോയിൻ്റ് ഓക്കെയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞ പോയിൻ്റ് എന്താണ്, ഒരാളുടെ പേരിൽ 4 ബൂത്തിൽ
4ഓളം ബൂത്തിൽ വോട്ടുണ്ടെന്നാണ്. ഇപ്പോൾ നമുക്കറിയാം നിലവിൽ ഇന്ത്യയിലൊരു ഈ ഇലക്ഷൻ്റെ സ്വഭാവം വെച്ചിട്ട് വലിയ സംസ്ഥാനങ്ങളിലൊക്കെ 5ഓ 6ഓ ഘട്ടമൊക്കെ ആയിട്ട് ഇലക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞൊരു പോയിന്റ് നമുക്ക് അങ്ങനെ നോക്കുവാണെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ഒരാളുടെ പേരിൽ 4 ബൂത്തിൽ വോട്ടുണ്ട്. ഈ 4 ബൂത്തും 4 മണ്ഡലങ്ങളിലോ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തായിട്ടാണ് 4 വോട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിവിധ ഘട്ടങ്ങളിലാവുമ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ സാധ്യമാണ്. അത്ര ഒരു ആരോപണത്തിൽ അങ്ങനെ ഒരു ലൂപ്പുകൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിനെ ഒരൊറ്റയടിക്ക് അങ്ങനെ ഡിനൈ ചെയ്ത് പോകാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് ഒരു ബൂത്തിൽ ഒരു ഇലക്ട്രൽ ഒരു മെഷീനകത്ത് ഒരു പ്രാവശ്യം വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു ബൂത്തിലെ കാര്യമാണ്, ഒരു ബൂത്തിൽ അത്രേ പറ്റുള്ളൂ. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ കോർ എന്താണ്? ഇത് പല സ്ഥലത്തായിട്ട് ഒരാളുടെ പേരിൽ തന്നെ പലയിടത്ത് അങ്ങനെ വോട്ട് ചേർക്കാൻ പാടില്ല എന്നുള്ളത്. നിയമപരമായിട്ട് ഒരാൾക്ക് ഒരു വോട്ട് ചേർക്കാൻ പാടുള്ളൂ. പക്ഷേ ഒരാളുടെ പേരിൽ പലയിടത്ത് വോട്ട് ചേർക്കുന്നു, ആ പലയിടത്തും അയാളുടെ പേരിൽ വോട്ട് ചെയ്യപ്പെടുന്നു എന്നൊരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. ഈ ആരോപണത്തിന് ആ അർത്ഥത്തിലാണ് ക്ലാരിറ്റി കൊടുക്കേണ്ടത്. അത് അങ്ങനെ ഒരു ക്ലാരിറ്റി ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു ക്ലാരിറ്റി കൃത്യമായിട്ടും ഖണ്ഡിതമായിട്ട് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം 2018 മധ്യപ്രദേശിൽ അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന കമൽനാഥ് ഒരു കേസുമായിട്ട് പോയി. അതിനകത്ത് ഈ ഇലക്ഷൻ വോട്ടർ പട്ടികയുടെ ഡിജിറ്റലൈസ്ഡ് രൂപം പരിശോധിക്കാൻ കിട്ടണം എന്നുള്ള രീതിക്കൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. അപ്പോൾ അന്ന് സുപ്രീം കോടതിയുടെ ഒരു വെർഡിക്റ്റ് പോലെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ഷൻ മാനുവൽ പ്രകാരം ടെക്സ്റ്റ് സ്വഭാവത്തിലേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. അതായത് PDF JPG അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണെന്നൊക്കെയുള്ള രീതിക്ക് സുപ്രീം കോടതി പറഞ്ഞു പോയിരുന്നു. അപ്പം അതിനുശേഷം 2024 മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിയുമ്പോഴോ ഒക്കെ കോൺഗ്രസ് പിന്നെയും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഏത് നമ്മുടെ ഈ ഡിജിറ്റലൈസ് സ്വഭാവത്തിൽ ഇത് വേണമെന്നുള്ളത്. അപ്പോൾ ഒക്കെ ഈ സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു വെച്ചാൽ രാജ്യം ഇത്ര സാങ്കേതികമായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. 2019 സുപ്രീം കോടതി ഈ വിധി പ്രഖ്യാപിക്കുമ്പോൾ ഉള്ള രീതിയിലല്ല ഇന്നത്തെ നമ്മുടെ ടെക്നിക്കൽ സ്വഭാവത്തിൽ ഇത്തരം കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത് ഒരു ഇത് പരസ്യമാക്കിയില്ലെങ്കിൽ വോട്ടർ പട്ടിക പരസ്യമാക്കിയില്ലെങ്കിലും ഒരു ഫോട്ടോ ഒന്നിലേറെ മണ്ഡലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഇലക്ഷൻ കമ്മീഷനെങ്കിലും സാങ്കേതികമായിട്ട് പരിശോധിക്കാൻ പറ്റുന്നൊരു സംവിധാനം ടെക്നിക്കലി വേണമെങ്കിൽ നടക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഡ്രസ്സ് ചെയ്യുന്നത്. അത് അഡ്രസ്സ് ചെയ്യാതെ ഇത് രാഹുൽ ഗാന്ധി മുഴുവൻ നുണ പറഞ്ഞു, രാഹുൽ ഗാന്ധി ഇല്ലാത്ത കാര്യം പറഞ്ഞു, തെളിവില്ല എന്നൊക്കെ പറയണത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമല്ല ചെയ്യേണ്ടത്. ഇലക്ഷൻ കമ്മീഷന് ഇത്തരം കാര്യങ്ങളിൽ ഒരു ലൂപ്പ് ഹോൾ എവിടെയെങ്കിലും ഉണ്ടോ, പഴുതുണ്ടോ, ഈ പഴുത് നമ്മുടെ നീതിയുക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയനെ ഏതെങ്കിലും രീതിക്ക് ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഒരു ജഡ്ജ്മെൻ്റൽ സ്വഭാവത്തിലാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാതെ രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയാരോപണം ഉയർത്തി ആ രാഷ്ട്രീയാരോപണത്തിന് രാഷ്ട്രീയപരമായി മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കാണെന്നുള്ളൊരു കോളം ടേക്കൊന്നും ഇലക്ഷൻ കമ്മീഷൻ എടുക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ താഴെത്തട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ഇതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റുന്ന സമയത്ത് അഭിപ്രായം പറഞ്ഞില്ല, അവർ ചൂണ്ടിക്കാണിച്ചില്ല. ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലായിരിക്കും. ഇതൊന്നും അവർ ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആ അർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും നടത്തിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഈ ഇലക്ഷൻ കഴിഞ്ഞു, 45 ദിവസം കഴിഞ്ഞു, അതിനുശേഷം ഇങ്ങനെയൊക്കെ നടന്നു എന്നൊരു വിഷയം ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടത്, അത് അന്വേഷിക്കേണ്ടത്, അത് പരിഹരിക്കേണ്ടത്. അതിന് ഇത്തരത്തിലുള്ളൊരു മറുപടിയൊന്നും പര്യാപ്തമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിലവിൽ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ മറുപടി അക്ഷരാർത്ഥത്തിൽ എന്താ പറയുക, ഒരു വളരെ സാങ്കേതികമായിട്ട് ഇത്തരം കാര്യങ്ങളെ മേമ്പൊടിയിട്ട് സാങ്കേതികമായിട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളെല്ലാം പുകമറയാണെന്ന് സ്ഥാപിക്കുകയും ഇനി ഇതിന് നിലനിൽപ്പില്ലെന്ന് സ്ഥാപിക്കുകയും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി ഇത്തരം ആരോപണങ്ങൾ ആരും ഉയർത്തി കഴിഞ്ഞാലും നമ്മൾ ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, രാജ്യത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞ് വേറെ തരം നറേഷൻ്റെ ഒരു അണ്ടർലൈൻഡ് സാധനോടെ കൂടി അതിനകത്ത് വന്നിട്ടുള്ള ഒരു മറുപടിയാണ് പറഞ്ഞു പോയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത്. അപ്പോൾ ഇന്നത്തെ പത്രസമ്മേളനത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിക്കാൻ ശ്രമിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം ഉദ്യോഗസ്ഥർ, ഏകദേശം ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ഏറ്റവും പ്രാദേശിക തലത്തിൽ തൊട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളടക്കം സ്ക്രൂട്ടനിക്ക് വിധേയമാക്കുന്ന അത്തരത്തിൽ നടക്കുന്ന വളരെ വികേന്ദ്രീകൃത സ്വഭാവത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അല്ലെങ്കിൽ വോട്ടർ പട്ടിക പുതുക്കലടക്കമുള്ള ഇത്തരം പ്രവർത്തനങ്ങൾക്കകത്ത് അതിനെ മറികടന്നിട്ട് ഇത്തരം ഘട്ടങ്ങളെല്ലാം മറികടന്നിട്ട് എങ്ങനെയാണ് വോട്ട് ചോരി നടക്കുക എന്നുള്ള വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു ചോദ്യമാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു യാഥാർത്ഥ്യ ബോധത്തിൻ്റെ നിലവിൽ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന് യോഗേന്ദ്ര യാദവ് 2 നേരം കോടതി കൊണ്ടു നിർത്തിയിട്ട് മരിച്ച ആളുകളാണ് മരിച്ചതെന്ന് പറഞ്ഞ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ആളുകളാണ് ഇവർ എന്ന് പറഞ്ഞ് 2 പേരെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. അങ്ങനെ മരിച്ച ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചെന്ന് പറഞ്ഞിട്ട് പട്ടികയിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. രണ്ടാമത് ഇന്ന് ബീഹാറിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ 80,000-ഓളം ആളുകൾ പട്ടികയിൽ കള്ളവോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു സാധനം വന്നിട്ടുണ്ട്. ഇതും യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധി മഹാദേവപുരമായിട്ട് ചൂണ്ടിക്കാണിച്ച് ഒരു അഡ്രസ്സിൽ 80 വോട്ടുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അപ്പം ഇത്തരം സാങ്കേതികതയുടെ മുകളിൽ നിൽക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ വർത്തമാന
ഈ വിഷയത്തിൽ നമ്മൾ വർത്തമാനകാലം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഇത്തരം സാങ്കേതികയുടെ മൂടുപടമിട്ട് ഭരണഘടനയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ രാജ്യസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷന് മൂടി വയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്.